എല്ലാവർക്കും നമസ്കാരം. മാർക്കോ എന്ന സിനിമ രണ്ടാമത് കണ്ടുവന്നിരിക്കുകയാണ്. അപ്പം ആദ്യത്തെ ആ ഒരു റിവ്യൂവിൽ പറയാൻ പറ്റിയിട്ടില്ലാത്ത കുറേയധികം സ്പോയിലർ കണ്ടൻറ്റുകൾ ഈ ഒരു വീഡിയോയിലുണ്ടാവും. അപ്പം സിനിമ കണ്ടിട്ടില്ലാത്തവർ ഈ റിവ്യൂ ദയവ് ചെയ്ത് കാണാണ്ടിരിക്കുക, പോവുക. അപ്പം നമുക്ക് പറയാനുള്ള ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം മാർക്കോ കണ്ടപ്പോൾ അതിൻ്റെ അകത്ത് ഒരു യൂട്യൂബറെ കൊല്ലുന്നൊരു ദൃശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു യൂട്യൂബർ ഓക്കെ. രണ്ടാമത് കണ്ടപ്പോൾ ഈ യൂട്യൂബറെ ഞാൻ ശ്രദ്ധിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബർ അത്യാവശ്യം സൈസുള്ളൊരു യൂട്യൂബറാണ്. ആൻഡ് ഈ യൂട്യൂബറിന് താടിയുണ്ട്. ഈ യൂട്യൂബർ കാറിലിരുന്നാണ് ചില സംഭവങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യുന്നത്. ആൻഡ് ഈ യൂട്യൂബർ സാമൂഹിക പ്രശ്നങ്ങൾക്കെതിരെ സംസാരിക്കുന്നുമുണ്ട്. ഈ യൂട്യൂബറിനെ ഒരു വാതിലിനിടയിൽ തലയടിച്ചാണ് കൊലപ്പെടുത്തുന്നത്. വളരെയധികം രൂപസാദൃശ്യമുള്ളൊരു യൂട്യൂബറാണ്, നമുക്കറിയാവുന്ന യൂട്യൂബറിൽ നിന്ന്. അത് ഇപ്പം ഇങ്ങനെ ആയിക്കൂടെ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. കഴിഞ്ഞ തവണ, അതായത് ഈ നമ്മുടെ ഉണ്ണി മുകുന്ദനും സീക്രട്ട് ഏജൻറ്റും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഹനീഫത്തേനെ വിളിച്ചിട്ട്, നീ എന്തിനാ ഈ പരിപാടിക്കൊക്കെ പോകുന്നത്? നമുക്ക് ഒരു സിനിമയില്ല, അതിൻ്റെ അകത്തൊരു പരിപാടിയുണ്ട്, ഒരു മീഡിയക്കാരനെ ക്ലോസ് ചെയ്യുന്നൊരു സീനുണ്ട്, അത് നമുക്ക് പുള്ളിക്കിട്ടുള്ളൊരു ഡെഡിക്കേഷനായിട്ട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞൊരു ചിന്താഗതി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നുണ്ടായിട്ടുള്ളൊരു ഫൈറ്റിൽ ഉണ്ണിമുകുന്ദൻ വേഴ്സസ് സീക്രട്ട് ഏജൻറ്റിൽ സീക്രട്ട് ഏജൻറ്റിനെ ആയിരുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സീക്രട്ട് ഏജൻറ്റിൻ്റെ ട്രോൾസുകളെല്ലാം പുള്ളിയുടെ കൂടെ അനുകൂലമായിട്ടുള്ള ട്രോൾസുകളായിരുന്നു. ഉണ്ണിമുകുന്ദൻ്റെ ബാലിശമായിട്ടുള്ള സ്വഭാവം എന്നാണ് എല്ലാവരും സംസാരിച്ചിരുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാർക്കോ വിജയിച്ചിരിക്കുമ്പോൾ അതേ ഉണ്ണിമുകുന്ദനെതിരെ സീക്രട്ട് ഏജൻറ്റ് റിവ്യൂവിൽ വളരെ ജെനുവിനായിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ള നെഗറ്റീവ്സ് പറയുമ്പോഴും അന്ന് സീക്രട്ട് ഏജൻറ്റിനെ സപ്പോർട്ട് ചെയ്തവർ അതേപോലെ ഇപ്പം ഉണ്ണിമുകുന്ദൻ്റെ സപ്പോർട്ടേഴ്സായിട്ട് മാറിയിട്ടാണ് ഈ കമൻറ്റ് ചെയ്യുന്നത്. അല്ലാതെ PR ടീംസ് അല്ല ഇത് കമൻറ്റ് ചെയ്യുന്നത്. ഉണ്ണിമുകുന്ദൻ ആ വർഷം എന്ത് ചെയ്തു? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഉണ്ണിമുകുന്ദൻ അദ്ദേഹത്തിൻ്റെ കരിയറിലെ വലിയൊരു പ്രൊജക്റ്റായിട്ടുള്ള മാർക്കോയിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. കഷ്ടപ്പെട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ സിനിമയ്ക്ക് വേണ്ടി പണിയെടുത്ത് അത് തിയേറ്ററിൽ കൊണ്ട് കാണിച്ച് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രൊമോഷനും ചെയ്ത് ആളുകളെ രസിപ്പിച്ച് കൈയടിപ്പിച്ച് തൻ്റെ ഹേറ്റേഴ്സായിട്ടുള്ളവരെ ഫാൻസാക്കി മാറ്റി. അങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ അടുത്ത് നമുക്ക് നെഗറ്റീവ്സ് പറഞ്ഞാൽ ആ ഫാൻസ് അപ്പുറത്ത് വന്നിട്ട് നല്ലത് പറയും. അത് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ഇവിടെയും നടന്നിട്ടുള്ളത്. സീക്രട്ട് ഏജൻറ്റ് വേണമെങ്കിൽ നെഗറ്റീവ്സ് പറയാതെ ഫുൾ പോസിറ്റീവുള്ള റിവ്യൂ ഇടായിരുന്നു. അപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ വരത്തില്ല കാണാൻ. ഇതിപ്പോൾ 600K എങ്ങാണ്ട് വ്യൂസായി. അദ്ദേഹത്തിന് അരിയുടെ പരിപാടി പറയുന്നത് അദ്ദേഹത്തിന് ഒരുപാട് റവന്യൂ ഉണ്ടാക്കുന്നൊരു വീഡിയോ കൂടിയാണ്. അപ്പോൾ ഈ കമൻറ്റ് ചെയ്യുന്നവരും അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യൂസിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നവർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് വേറെ രീതിയിൽ ഗുണം ചെയ്യത്തുള്ളൂ. ആൻഡ് ഈ സിനിമയിൽ ഇത് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, ഈ സിനിമയിൽ 2 ഡയലോഗുകളും കൂടിയുണ്ട്. ആ 2 ഡയലോഗുകളും നമ്മൾ പ്രേക്ഷകരെ നോക്കിയാണ് പറയുന്നത്. അതായത് ക്യാമറയിൽ നോക്കിയാണ് ഉണ്ണിമുകുന്ദൻ പറയുന്നത്. ഒന്നാമത്തെ ഡയലോഗ് എന്ന് പറയുന്നത്, എനിക്കെതിരെ നിൽക്കുന്നവരുടെ നെഞ്ചത്ത് ഞാൻ തൊള്ളയിടും എന്ന് പറഞ്ഞൊരു ഡയലോഗാണ്. അത് ക്യാമറയിൽ നോക്കിയാണ് പറയുന്നത്. അത് ഉണ്ണിമുകുന്ദൻ്റെ സിനിമയിലുള്ളവരും അതുപോലെ സിനിമയിൽ പുറത്തുമുള്ളവരും പുള്ളിക്കെതിരെ നിൽക്കുന്നവർക്കും ഉള്ളൊരു മറുപടിയാണത്. പിന്നെ ഒരു ഡയലോഗ് എന്ന് പറയുന്നത്, ഞാൻ വന്നപ്പോഴേ എൻ്റെ കൂടെ കുറേ ചെന്നായ്ക്കൾ കൂടിയതാണ്, ഇനി ഞാൻ മാത്രം മതി ഇവിടെ എന്ന് പറഞ്ഞൊരു ഡയലോഗാണ്. അത് സിനിമയിലുള്ളവർ, അതായത് പുള്ളി വന്നപ്പോൾ പുള്ളിയുടെ ആ ഒരു ഉയർച്ചയിൽ അത്ര ഇഷ്ടപ്പെടാതെ പുള്ളിയെ പിടിച്ച് വലിച്ച് താഴാൻ ശ്രമിച്ചവർക്കെതിരെയുള്ളൊരു മറുപടിയാണ്. അപ്പോൾ നമ്മളിപ്പം വളരെ റീസെൻ്റായിട്ട് കുറച്ച് നടന്മാരെ അങ്ങനെ വലിച്ചിടാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞുള്ള ചർച്ചകൾ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വളരെ കറക്റ്റായിട്ടൊരു കാര്യമാണ്. അങ്ങനെ നടന്നിട്ടുണ്ടാവാം. അപ്പോൾ അത് ഉണ്ണിമുകുന്ദൻ്റെ ആ ഒരു സെറ്റ് സിനിമയിൽ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറേ സാധനങ്ങളുണ്ട്, അത് നിങ്ങൾ OTT വരുമ്പോൾ കണ്ട് മനസ്സിലാക്കുക. ആൻഡ് ഈ സിനിമയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള കുറച്ച് സീനുകളുണ്ട്, അതിനെക്കുറിച്ചും കൂടി പറയണം. സെക്കൻഡ് വാച്ചിൽ അത് ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. ഫസ്റ്റ് വാച്ച് നടത്തിയിട്ടുള്ളവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, സെക്കൻഡ് വാച്ച് നടത്തുക ഭയങ്കര രസമാണ്. നമ്മൾ ഫസ്റ്റ് വാച്ചിൽ എൻജോയ് ചെയ്യാത്ത ആക്ഷൻ സീൻസുകളോ അല്ലെങ്കിൽ മൊമെൻറ്റ്സോ നമുക്ക് സെക്കൻഡ് വാച്ചിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ളൊരു സീനുകൾ പറയാനുണ്ട്. അതായത് ഒന്നാമത്തെ സീൻ എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ണിമുകുന്ദൻ്റെ ഇൻട്രോയിൽ കാറിൻ്റെ അകത്ത് ഫുള്ള് ബ്ലഡായിട്ട്, അത് ഒരു PC ഗെയിം കളിക്കുന്നവരാണ്. ഫുള്ള് ബ്ലഡ് നിറഞ്ഞ മിറേഴ്സ് ഉള്ളൊരു കാറ് കുലുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അകത്ത് ഉണ്ണിമുകുന്ദൻ കുറേ പട്ടികളൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന, ആ പട്ടിയുടെ വായിൽ പിടിച്ച് വലിക്കുന്ന ആ ഒരു സീൻ, അമ്പോ ഹെവി സാധനം. അതിനുശേഷം ആ ഒരു വാനിൽ നിന്നും ഇറങ്ങിയിട്ട് ഉണ്ണിമുകുന്ദൻ അലസനായിട്ട് നിന്നിട്ട്
മുടിയൊക്കെ ഇങ്ങനെ കൂർത്തുള്ള മുടികൾ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീൻ കാണുമ്പോൾ ജസ്റ്റ് ലൈക്ക് വൂൾവറിനെ ഓർമ്മ വന്നു. അതാണ് മോനെ. വല്ലാത്തൊരു സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു ചെങ്ങായിക്ക് ആ ഫസ്റ്റ് ഇൻട്രോയിൽ. പിന്നീടുള്ള മറ്റേ ആ ബോക്സിങ് റിങ്ങിലുള്ള ആ ഫൈറ്റ് സീക്വൻസ് നൈസായിരുന്നു. അതിൻ്റെ അകത്ത് കേജിൽ വന്നിട്ട് കേജിലൂടെ കയറി അകത്ത് കയറാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുമ്പോൾ കേജ് ചവിട്ടിപ്പൊളിക്കുന്ന സീനുകളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നീട് പറയാനുള്ളൊരു ഫൈറ്റ് സീൻ എന്ന് പറയുന്നത് ആ കാട്ടിലുള്ള ഫൈറ്റ് സീനാണ്. അതിൻ്റെ ഉണ്ണിമൂന്തനെ കൈ കെട്ടിയതിന് ശേഷം ഉണ്ണിമൂന്തൻ ആ വായിൽ കത്തി വെച്ചുകൊണ്ട് കാണിക്കുന്ന സീനുകൾ, അത് വേറൊരാളുടെ കഴുത്ത് മുറിക്കുന്നു, ആ കത്തി വെച്ച് തൻ്റെ കയ്യിൽ കെട്ട് മുറിച്ചെടുക്കുന്നു, ആൻഡ് അത് വായിക്കകത്ത് കയറ്റുന്നു. അത് വയലൻ്റ് ആണ്, ബട്ട് ഭയങ്കര രസമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പുഷ്പയിൽ നമുക്ക് ഭയങ്കര റോങ് അടിച്ച സീനുകൾ ഇത് വളരെ ബ്രില്യൻ്റ് ആയിട്ട് പുള്ളി ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. അത് കഴിഞ്ഞിട്ട് ആ സീൻ എൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര കൂലോ അല്ലെങ്കിൽ കളിയാക്കലോ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിൻ്റെ അകത്ത് കയറിയിട്ട് നിനക്ക് വേദനിച്ചോടാന്ന് ചോദിക്കുന്നൊരു സീനുണ്ട്. കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കി നിർത്തിയിട്ടാണ് പുള്ളി കാറിൻ്റെ അകത്ത് കയറുന്നത്. അതും ഈ ഒരു ഇമോഷണൽ ഡയലോഗ് അടിക്കുന്നു. അതിൻ്റെയൊക്കെ മറുപടിയായിട്ട് പുള്ളി ആ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ഹാക്സോ വെച്ച് കേൾക്കുന്ന പരിപാടികളുണ്ട്. അപ്പം എല്ലാവരുടെയും വാടുന്നു. സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. ആ ഫിസിക്ക് വെച്ച് കാണിക്കുന്ന പരിപാടികൾ. ഉണ്ണിമൂന്തൻ ഈസ് ലൈക്ക് സംതിങ് എൽസ്. ഇത്രയും നാൾ നമ്മൾ കണ്ടതല്ല, ഒരു ആനിമലിസ്റ്റിക് പരിപാടിയാണ് ഉണ്ണിമൂന്തൻ അതിനകത്ത് പിടിച്ചിട്ടുള്ളത്. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ജഗദീഷിൻ്റെ സീനുകൾ നൈസായ. ജഗദീഷിനെ പുള്ളി വഞ്ചിക്കിടുന്ന പരിപാടികൾ അടിപൊളിയായിരുന്നു. പിന്നെ കോണിപ്പടി ഫൈറ്റ്, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് ലൈക്ക് ജോൺ വിക്ക് പരിപാടിയായിരുന്നു അത് നടന്നുള്ളത്. ഒരു സീനായിട്ട് നമുക്ക് തോന്നുമായിരുന്നു. ആ രീതിയിൽ വളരെ ബ്രില്യൻ്റായിട്ട് മേക്ക് ചെയ്തിട്ടുള്ള പരിപാടി. ആൻഡ് ഉണ്ണിമൂന്തൻ എങ്ങനെയാണ് ഈ ഫൈറ്റ് സീക്വൻസുകളൊക്കെ കാണാൻ പഠിച്ച് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത് കണ്ടപ്പോഴും ഇങ്ങനെ അങ്ങ് ചെയ്തു പോവുക, ഇടിക്കുന്നു, മറിഞ്ഞ് വീഴുന്നു, പിന്നെ എടുത്ത് ഇടിക്കുന്നു, പിന്നെ ഒഴിഞ്ഞു മാറുന്നു, എടുത്ത് മറ്റേ ട്യൂബിലടിച്ച് തല പൊട്ടിക്കുന്നു. ഇതൊക്കെ എങ്ങനെ ഓർത്തിരിക്കും? ഇത്രയും നീണ്ട ഫൈറ്റ് സീക്വൻസ് എങ്ങനെ ഓർത്തിരിക്കുന്നവരെ നമ്മുടെ തന്നെ കിളി പോകും. കാരണം ഇത് ഭയങ്കരമായിട്ടുള്ളൊരു റിഹേഴ്സൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രത്തോളം ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ണിമൂന്തൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ്, അതിൻ്റെ അകത്ത് ഉണ്ണിമൂന്തൻ ഷോർട്ട് ഗൺ എടുക്കുന്ന സീനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കൈതിയിലെ ഗണ്ണും എടുക്കുന്നുണ്ട്. അത് നൈസാണ് തിയേറ്ററിൽ. പക്ഷേ അതിനൊക്കെ ശേഷം പുള്ളി നമ്മുടെ കൊത്തയിൽ ഹാർട്ട് സർജറി എന്ന് പറഞ്ഞ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് പുള്ളി ചെയ്യുന്നുണ്ട്. അതോടുകൂടി സകല വില്ലന്മാരോടുമുള്ള നമ്മുടെ ദേഷ്യം അങ്ങ് തീരുകയായി, നമുക്കും ഒരു സമാധാനം കിട്ടും. ഇതെല്ലാം കഴിഞ്ഞ് ടൈലൻഡിൽ അടുത്തൊരു വില്ലനെ കൂടെ പ്രഖ്യാപിച്ചാണ് സിനിമ തീരുന്നത്. അപ്പോൾ പുള്ളിക്ക് ആരെ വേണമെങ്കിലും അതിൽ കാസ്റ്റ് ചെയ്യാം, മെയിൻ നടന്മാരെ ആരെ വേണമെങ്കിലും പുള്ളിയുടെ വില്ലനാക്കാം. അങ്ങനെയാണ് അത് എൻഡ് ചെയ്യുന്നത്. മാർക്കോ 2, മാർക്കോ 3 എന്ത് വേണമെങ്കിലും ഇനി ഉണ്ടാക്കാം. കാരണം നല്ല രീതിയിൽ ഫൈറ്റ് സീക്വൻസുകൾ കണ്ടുപിടിച്ച് എക്സിക്യൂട്ട് ചെയ്താൽ മതി. അതിന് മുൻപൻ തയ്യാറായിരിക്കും ഉറപ്പായിട്ട്. കാരണം ഈ സിനിമ ബ്ലാസ്റ്റാണ്. ആൻഡ് ഇത് എത്ര ക്രോർ ക്ലബിൽ അവസാനിക്കുമെന്ന് ആർക്കും ഒരു പിടിയില്ല. അത്തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഹാറ്റ്സ് ഓഫ് ടു ഉണ്ണിമൂന്തൻ, ഹനീഫ് അദേനി ഫോർ ദിസ് ബ്ലഡി വർക്ക്. അല്ലേ, കിട്ടില്ല പരിപാടി, ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക് ആൻഡ് സംതിങ് ലൈക്ക് എല്ലാ സ്റ്റാർസും ആഗ്രഹിക്കുന്ന ഒരു കിടുക്കാച്ചി മൂവിക്ക് നമുക്കൊന്നും പറയാനില്ല. അത്രയ്ക്കും സന്തോഷമാണ്.